മതിയടാ, നിർത്ത് നിർത്ത്. നിന്റെ സത്യത്തിന് ഇപ്പൊ എത്ര വിലയുണ്ടെന്ന് എനിക്കറിയാം. നീ പഴയ സത്യനല്ല. അമ്മ വീണ്ടും നിന്നെ സച്ചി സാറിന്റെ അടുത്ത് എത്തിച്ചപ്പോ നീ വലിയ ആളായെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. അതിന്റെ നന്ദിയും കടപ്പാടും നീ അമ്മയോട് കാണിച്ചോ? നിനക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്ന എന്നോടും അനുപമയോടും നീ നന്ദിയോട് കാണിക്കരുതായിരുന്നു. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഏട്ടത്തെ കുറിച്ചൊരു വാക്ക് പോലും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോ നമ്മുടെ അമ്മ ഒരു ഊഹം വെച്ച് ഏട്ടത്തിന്റെ അടുത്തേക്ക് പോയതായിരിക്കും. ഏട്ടൻ എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും. എടാ, ഞാൻ നിന്നെ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും എന്നോടുള്ള വിശ്വാസം അനുവിന് വീണ്ടും നഷ്ടപ്പെട്ടു. അതിനെ വീണ്ടെടുക്കാൻ കുറച്ച് പ്രയാസമാ. അനുവിന്റെ പേര് ഞാൻ പറഞ്ഞെന്നുള്ള രീതിയിലാ അമ്മ അവളോട് പ്രതികരിച്ചത്. പഴയ അനുഭവം വെച്ച് അമ്മയുടെ ദാസനായ ഞാൻ തന്നെ ആയിരിക്കും അത് ചെയ്തതെന്ന് അവള് വിശ്വസിച്ചെങ്കിൽ അതിൽ തെറ്റി പറയാൻ പറ്റില്ലല്ലോ. ഇല്ല ഏട്ടാ, ഏടത്തിയുടെ ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിക്കോളാം. ഏതായാലും ഏടത്തി ഞാനൊന്ന് കാണാണ്ടിരിക്കുക. എടാ, നീ അമ്മയോട് അനുവിന്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആരിലൂടെ ആയിരിക്കും അതിനെക്കുറിച്ച് അമ്മ അറിഞ്ഞത്? സത്യ, വെറും ഒരു ഊഹം വെച്ച് അമ്മ ഒരിക്കലും അവളുടെ മുമ്പിൽ ചെന്ന് എന്റെ പേര് പറയില്ല. എന്നെ അവളെ എന്നേക്കുമായിട്ട് അകറ്റാൻ അമ്മയ്ക്ക് ആരോ എറിഞ്ഞു കൊടുത്തൊരു ആയുധമാണത്. അതാരാണെന്ന് എനിക്കറിയണം. ഏടത്തി പറഞ്ഞിട്ട് ആ പ്രതിഭ വീട്ടിൽ വന്നതെന്ന് ഞാൻ ശ്യാമനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവനൊരിക്കലും അത് അമ്മയെ അറിയിക്കില്ല. അത് അവനെ അറിയിക്കുന്നതിനാ? അവനിലൂടെ സോന എറിഞ്ഞാ പോരെ? സോനെ, നീ ഇപ്പോ അമ്മയായിട്ട് നല്ല അടുപ്പത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് ഈ ചതി നീ കാണിക്കാൻ പാടില്ലായിരുന്നു. ശ്യാമേട്ടനോട് ഞാൻ ചതി കാണിച്ചെന്നോ? എന്ത് ചതി? നിങ്ങൾ എന്തൊക്കെയാ ശ്യാമേട്ടേ പറയുന്നേ? വേണ്ട സോനെ, നീ ഒന്നും അറിയാത്ത ഭാവം നടിക്കണ്ട. ആ സത്യൻ എന്നെ നീ ഒന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. അല്ല, ഇന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് അവനും കണക്കിന് കിട്ടിക്കാണും. എല്ലാത്തിനും കാരണം നീ ഒറ്റൊടുത്തിയാ. ശ്യാമേട്ട വെറുതെ മനുഷ്യന് പ്രാന്ത് പിടിപ്പിക്കല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാ തെളിച്ചു പറ. ഞാൻ എന്ത് ചെയ്തിട്ടാ? എടി, പ്രതിഭ ഇങ്ങോട്ട് അയച്ചത് അനുചേച്ചിയാണെന്ന് നീ പറഞ്ഞിട്ടല്ലേ അമ്മ അറിഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടോ? ദൈവത്തിനാണ് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അമ്മയോട് ഞാനത് പറയൂ ശ്യാമേട്ട? പറഞ്ഞ അനുവേട്ടത്തിക്ക് പിന്നെ സൂര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ലേ. ആ, എന്നാ അത് സംഭവിച്ചു കഴിഞ്ഞു. അമ്മ രാവിലെ തന്നെ അനുചേച്ചിയുടെ വീട്ടിൽ പോയി വമ്പൻ പ്രശ്നം ഉണ്ടാക്കിയത്രേ. ഈശ്വര, അനുചേച്ചി സംശയിച്ചത് ഇന്ദ്രേട്ടനെയാ. ഇന്ദ്രേട്ടൻ സത്യനെയും, സത്യൻ എന്നെയും. ഇനി നമ്മൾ പറയുന്നത് എങ്ങാനും അമ്മ കേട്ടതായിരിക്കും സോനെ? ആ, കേട്ടു. ദൈവം എന്നെ കേൾപ്പിച്ചെന്ന് പറയുന്നതാവും ശരി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സോനെ, പ്രതിഭയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിന് പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന്? അയാളെ ഞാൻ കണ്ടുപിടിക്കുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നിന്റെ അമ്മ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടാ അത് നടത്തുമെന്ന്. അപ്പോഴെനിക്ക് സംശയം അവളെ ആയിരുന്നു, അനുപമേ. ഇന്ദ്രനെ കൂട്ടുപിടിച്ച് പ്രതിഭ ഇവിടെ തിരിച്ചെത്തിക്കാമെന്ന് അവള് കണക്ക് കൂട്ടിയത്. പക്ഷേ സത്യനത് പൊളിച്ചടക്കി കൊടുത്തു. ഇനി ഇന്ദ്രനെ വിശ്വസിക്കാതിരിക്കാനുള്ള മരുന്ന് കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. സുശീലയോട് അവളുടെ കളി. ഇനി അവളെ ഞാൻ ഈ നാട്ടി വെച്ച് പൊറപ്പിക്കല, കെട്ടിക്കും ഞാൻ. ഒരിക്കലും തിരിച്ചു വരാത്ത വിധം പറഞ്ഞു വിട്ടിരിക്കും അവളെ. രഘുവേട്ടൻ പോലീസിൽ പരാതി കൊടുത്തിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ അവന്മാർ ഇവിടെ കയറി വന്ന് എന്ത് ചെയ്യാനും മടിക്കില്ലല്ലോ അച്ഛാ. ഞാനും അത് തന്നെ മോളെ ആലോചിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും തേടിയ നീ നിന്റെ മക്കളെയും കുട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുത്തെ അവസ്ഥ ഇതായിപ്പോയില്ലേ? എന്റെ കാര്യം മാത്രമല്ലല്ലോ അച്ഛാ. ഇവിടെ അച്ഛനും എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളും ഒക്കെ ഇല്ലേ. ഗുണ്ടകളും മനസാക്ഷി ഇല്ലാത്തവന്മാരാ. അവന്മാരാരെ എന്തും ചെയ്യും. പണ്ടത്തെ രഘുവായിരുന്നെങ്കിൽ ഒരു ഗുണ്ട അവന്റെ നേരെ അടുക്കില്ലായിരുന്നു. ഇപ്പൊ അവൻ എല്ലാ ഗുണ്ടായസും അവസാനിപ്പിച്ച് നല്ലവനാവാൻ തീരുമാനിച്ചപ്പോ
അമ്പിളി ചേച്ചി, ഞങ്ങളെ വിളിച്ച ശേഷം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ് ഇല്ല ചീരു, ഗുണ്ടകളുടെ വണ്ടി വഴിമാറി പോയതിനു ശേഷമാ ഞാൻ നിന്നെ വിളിച്ചത്. പിന്നെ ഇവിടെ എത്തുന്നത് വരെ അവരെ കണ്ടില്ല. രഘു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഗുണ്ടകൾ പുറകെ വന്ന കാര്യം നിങ്ങൾ അറിയിച്ചില്ലേ? അതമ്മാവ അവര് ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അറിയിച്ചു. അതിനുശേഷമാ അമ്മര് പിന്തിരിഞ്ഞത്. ഈ സ്വർണ്ണക്കടത്തുകാർക്ക് പോലീസിൽ തന്നെ ഒറ്റുകാർ കാണും. ഇനിയിപ്പോ എന്താ രഘു ഇതിനൊരു പരിഹാരം? വീട്ടിലും ഇരുത്തില്ല, പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ നമുക്കും ജീവിക്കണ്ടേ? ഇനി അമ്മാരെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല അമ്മവ. മുഖാമുഖം നേരിട്ടേ പറ്റൂ. പക്ഷേ ഇതുവരെ അവന്മാര് നമ്മൾ ചെയ്ത് തെറ്റെന്നാന്ന് പറഞ്ഞിട്ടില്ല. ആ സ്വർണം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പേടിച്ച് തിരിച്ചു നൽകുന്ന പ്രതീക്ഷയിലുള്ള വരട്ടല്ലേ ഇത്. അത് നമ്മൾ എടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു കോംപ്രമൈസിന് സാധ്യതയില്ല. അപ്പൊ പിന്നെ ആദ്യം സമാധാനത്തിന്റെ വഴിയിൽ സംസാരിച്ചു നോക്കാം. എന്നിട്ടും വിടില്ലെന്നാണെങ്കിൽ തിരിച്ചടിക്കാൻ നിവൃത്തിയുള്ളൂ. അയ്യോ, രഘുവേട്ടൻ വീണ്ടും വെട്ടും കുത്തും തുടങ്ങാൻ പോവാണോ? പിന്നെ എന്ത് ചെയ്യും അമ്പിളി? അവന്മാരുടെ വടിവാളിന് കഴുത്ത് നീട്ടി കൊടുക്കണോ? അമ്മാവൻ എല്ലാരും കൂട്ടി തൽക്കാലം അനുവിന്റെ വീട്ടിലേക്ക് മാറിക്കോ. ഞാൻ ഇവിടെ നിന്നോളാം. അവന്മാർക്ക് വേണ്ടത് തന്നെയല്ലേ? ഇല്ല രഘു, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാനും രഘുവേട്ടനെ വിട്ട് എങ്ങും വരില്ല. ഈ വീട്ടിൽ ഇപ്പൊ ഉള്ളവർ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറിയാലും അവരുടെ സംശയം കൂടുതലേ ഉള്ളൂ രഘുവേട്ട. നമ്മൾ ആരെവിടെ പോയാലും അവന്മാരും മണത്തറിഞ്ഞ് അവിടെ എത്തും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ നിന്ന് അങ്ങ് ഒരുമിച്ച് പൊരുതാം. ജീവനേക്കാൾ വലുതല്ല നമുക്ക് സ്വർണ്ണം എന്ന് അവരോട് പറഞ്ഞു നോക്കാം. മനസ്സിലാക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ കൊല്ലട്ടെ.